ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും ആയിട്ടുള്ള ശ്രീ വി മുരളീധരൻ, ശ്രീ പി കെ കൃഷ്ണദാസേട്ടൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിലെ അതിനിർണായകമായിട്ടുള്ള ഒരു സുദിനമാണ് കേരളത്തിൻ്റെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച 4-ാം തീയതി. കഴിഞ്ഞ 70 വർഷക്കാലമായി കേരളത്തിൽ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ദിവ്യമാർന്ന പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത നമ്മുടെ വീരരായിട്ടുള്ള ബലിദാനികൾ സ്വപ്നം കണ്ട ആ മഹത്തായ ദിശയിലേക്കുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് ശക്തി പകർന്ന സുദിനമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന 4-ാം തീയതി. അതുകൊണ്ട് തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ നിയുക്ത MLA-മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നം താമര ചിഹ്നത്തിൽ കേരളത്തിൽ വിജയിച്ച നിയുക്ത MLA-മാർ, ആ MLA-മാരെ സംസ്ഥാന ഓഫീസിലേക്ക് ആദ്യമായിട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണിത്. ഈ ചടങ്ങിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ MLA-മാർ കേരളത്തിലെ ബലിദാനികളുടെ സ്മരണയ്ക്ക് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ നൽകിയ ഒരു ആശ്രുപുഷ്പങ്ങളൊക്കെ സമർപ്പിക്കപ്പെടുകയാണ്. ഈ നാട്ടിൽ നമുക്കറിയാം, കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ച്, എന്നാൽ ഒരു പക്ഷമായിട്ട് അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇടതിനും വലതിനും ബദലായി നേരിന്റെ പാതയിൽ താമരയാങ്കിത ഹരിത കാവ്യ പതാകയ്ക്ക് 3 MLA-മാരെ സംഭാവന ചെയ്യാൻ പ്രബുദ്ധ കേരളം തയ്യാറായിരിക്കുന്നത്. ഈ 3 MLA-മാർ കേവലം 3 അല്ല, ഈ നാട്ടിൽ 30 MLA-മാർക്ക് സമാനരായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 3 പേരെയാണ് കേരളം താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ 18 വർഷക്കാലം MP ആയിരുന്ന വ്യക്തിയാണ്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. മറ്റൊരാൾ കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് ദേശീയ തലത്തിൽ വിവിധങ്ങളായിട്ട് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുകയും വിവിധങ്ങളായിട്ടുള്ള ചുമതലകൾ ഏറ്റുവാങ്ങുകയും 6 വർഷക്കാലം ഇന്ത്യയുടെ രാജ്യസഭയിൽ അംഗമായിരിക്കുകയും ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രിയായിട്ടിരിക്കുകയും ഒക്കെ ചെയ്ത ശ്രീ വി മുരളീധരനാണ് മറ്റൊരു MLA ആയിട്ട് കേരള അസംബ്ലിയിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ മൂന്നാമൻ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് സ്വന്തം നാട്ടിൽ ജനങ്ങളോടൊപ്പം ഒരു സേവകനായിട്ട് പ്രവർത്തിച്ച് ഏകദേശം 2 ദശാബ്ദക്കാലം ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായി ഏതൊരു സാധാരണ പ്രവർത്തകനും താമര ചിഹ്നത്തിൽ ഒരു MLA ആകാമെന്ന് തെളിയിച്ച വ്യക്തിത്വമാണ് ശ്രീ DB ഗോപകുമാർ. ഈ 3 വ്യക്തിത്വങ്ങൾ കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് എത്തുക എന്നത് ഈ കേരളം ആഗ്രഹിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുഹൂർത്തമായിട്ടാണ് കേരളം കാണുന്നത്. കേരളത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാത്തവർ പോലും ആഗ്രഹിക്കുന്നു BJP-യുടെ കരുത്തരായിട്ടുള്ള ജനപ്രതിനിധികൾ അസംബ്ലിക്കുള്ളിൽ ഉണ്ടാകണമെന്ന്. അങ്ങനെ താമര ചിഹ്നത്തിൽ ജയിച്ചവരുടെ മാത്രം ആഗ്രഹത്തിന്റെ സഫലീകരണമല്ല നമ്മുടെ ഈ 3 ജനപ്രതിനിധികൾ. ഈ കേരളം മാറണം, കേരളത്തെ മാറ്റണം, കേരളം വികസിത കേരളമാകണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാകണം എന്നാഗ്രഹിക്കുന്ന സർവ്വ കേരളീയരുടെയും പ്രതിനിധികളാണ് താമര ചിഹ്നത്തിൽ ജയിച്ച നമ്മുടെ ഈ 3 നേതാക്കന്മാർ എന്ന് വളരെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിൽ ഒട്ടനവധി പരിഷ്കരണങ്ങൾ, ഒട്ടനവധി മുന്നോട്ടുള്ള പോക്കിന് ശക്തി പകരാൻ ഇവരുടെ സാന്നിധ്യം സാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും ശുഭകരമായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കുകയാണ്. അധികാര സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി അവരോധിക്കുന്ന ആ സുദിനത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ ഏവരും നടത്തിയത്. 2024 നമുക്ക് 20% വോട്ട് നേടിക്കൊണ്ട് ആദ്യത്തെ MP-യെ കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ ദൗത്യത്തിൽ നമ്മൾ വലിയൊരു കുതിപ്പ് നടത്തുവാൻ സാധിച്ചു. 2024 നിന്ന് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമുക്ക് ഒരു മുദ്രാവാക്യം നമ്മുടെ മുമ്പിൽ വന്നു. കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതല ഏറ്റെടുത്ത ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്ന നിമിഷം മുഴക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്, മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം.
അതോടൊപ്പം തന്നെ വികസിത കേരളം എന്ന മുദ്രാവാക്യം. ഇനി ഈ കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിയും പറയുകയാണ് മാറാത്തത് ഇനി മാറും എന്ന്. കൊച്ചുകുട്ടികൾ പോലും ഏറ്റുപാടുന്ന രീതിയിൽ ആ മുദ്രാവാക്യം കേരളത്തിന്റെ മുദ്രാവാക്യമായിട്ട് മാറി. വികസിത കേരളം എന്നുള്ള സ്വപ്നം ഇന്ന് എല്ലാവരുടെയും സ്വപ്നമായിട്ട് മാറി. ഈ കേരളത്തിലെ ഏറ്റവും മതേതര മുദ്രാവാക്യം ഏതെന്ന് ചോദിച്ചാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറും ശ്രീ നരേന്ദ്രമോദിയും ഈ രാജ്യത്തും കേരളത്തിലും ഉയർത്തുന്ന വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് എന്ന് സർവരും സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ഉയർത്തിയ വികസിത കേരളത്തിന്റെ പിന്നണിയിൽ അണിചേരാൻ ഈ കേരളം 10 വർഷം ഭരിച്ച പിണറായി വിജയൻ നിർബന്ധിതനായി. നമ്മൾ ഉയർത്തിയ വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നണിയിൽ അണിചേരാൻ വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ നിർബന്ധിതമാക്കി. അതുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേറ്റീവിനനുസരിച്ച്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യത്തിനനുസരിച്ച്, ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള NDA കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ കേരളത്തിലെ 16ാം അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ നമ്മളുടെ ഓരോരുത്തരുടെയും പരിശ്രമം കൊണ്ടും നമ്മൾ ഈ കേരളത്തിൽ ഉയർത്തിയ ജനകീയമായ മുദ്രാവാക്യങ്ങൾ കൊണ്ടും സാധ്യതമായി. ആ സാഹചര്യങ്ങളാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള കരുത്ത് പകർന്നത്. ഈ പ്രസ്ഥാനം വിജയിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലൂടെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഈ പ്രസ്ഥാനത്തിന് അധികാര സ്ഥാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ പതാകവാഹകരാകുകയാണ് ഈ വിധത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്നാഗ്രഹിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ലക്ഷോപലക്ഷം വരുന്ന നമ്മുടെ പൂർവികരായിട്ടുള്ള പ്രവർത്തകരുടെ സ്വപ്ന സഫലീകരണം. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ചുമതലകളിൽ ഒന്നുമില്ലാതെ ബൂത്തുകളിൽ പ്രവർത്തിക്കാൻ പറയുമ്പോൾ ബൂത്തുകളിലേക്ക്, വീടുകളിലേക്ക് പോകാൻ പറയുമ്പോൾ വീടുകളിലേക്ക്, പോസ്റ്റ് ഒട്ടിക്കാൻ പറയുമ്പോൾ പോസ്റ്റ് ഒട്ടിക്കാൻ, അങ്ങനെ സർവ്വതിനും സജ്ജമായി ദൈവതുല്യരായിട്ട് പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കഠിനമായിട്ട് പ്രവർത്തിച്ച പ്രവർത്തകരുടെ ആ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് 1ാം ഘട്ടത്തിൽ നമ്മൾ നേടിയിരിക്കുന്ന ഈ 3 ജനപ്രതിനിധികളെന്ന് അഭിമാനത്തോട് പറയുകയാണ്. നമ്മളുടെ ഈ മുന്നേറ്റം ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു MLA നമ്മൾ സൃഷ്ടിച്ചു, ഒരു MP സൃഷ്ടിച്ചു 2024-ൽ. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ഗതി അവിടെ തീരുന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു മേയറെയും 2 മുനിസിപ്പൽ ചെയർമാൻമാരെയും അതോടൊപ്പം തന്നെ നിരവധി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും നമ്മൾ സൃഷ്ടിച്ചു. നമ്മൾ വീണ്ടും നമ്മുടെ ആ പ്രയാണം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതാ 3 MLA-മാരെ സൃഷ്ടിച്ചു. ഇവിടെയും തീരുന്നില്ല നമ്മുടെ പ്രയാണം. നമ്മുടെ ഈ വികസിത കേരളം എന്നുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാകുക എന്നാണ് എന്ന് ചോദിച്ചാൽ, താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരാൾ കേരള മുഖ്യമന്ത്രിയാവുന്നത് വരെ മുന്നോട്ട് പോകുന്ന ഒരു ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ആദ്യത്തെ പടിയാണ് നമ്മൾ കടന്നിരിക്കുന്നതിന്റെ സഹപ്രവർത്തകരെ. ഈ മുന്നേറ്റത്തിന് ശക്തി പകരാൻ കൂടെ നിന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ കേരളത്തിന് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ തന്നെ നമ്മളോട് പറഞ്ഞു, ഈ കേരളത്തിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത ഐക്യത്തിന്റെയും അതോടൊപ്പം തന്നെ ഒരുമിച്ച് ചേരലിന്റെയും അതോടൊപ്പം തന്നെ പ്രൊഫഷണലിസത്തിന്റെയും ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ആ പ്രൊഫഷണലിസവും ആ ഒരുമിച്ച് ചേരലും ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തകരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചപ്പോഴും നമുക്ക് അസാധ്യമെന്ന് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചു. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ കഴിവ്. ആ പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ ഈ വിജയം സമർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം മാരാർജി ഭവൻ, ഈ മാരാർജി ഭവൻ എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഈ KG മാരാർ എന്ന് പറയുന്ന നമ്മുടെ ആ മഹാമനുഷ്യൻ ഈ നാടിന്റെ ഓരോ ഗ്രാമാന്തരങ്ങളിലും ഇറങ്ങി നടന്ന് വിശന്ന് വലഞ്ഞ് ബസ്സിൽ കയറാൻ പൈസയില്ലാതെ ഒക്കെ കഷ്ടതയും യാതനയും ഒക്കെ സഹിച്ചാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത്. അങ്ങനെ KG മാരാറും K രാമൻപിള്ളയും O രാജഗോപാലും ഉൾപ്പെടെയുള്ള അറിയുന്നതും അറിയപ്പെടാത്തവരുമായിട്ടുള്ള നിരവധി നേതാക്കന്മാരുടെ അശാന്തമായിട്ടുള്ള പരിശ്രമമാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ നേട്ടത്തിനും ആധാരശിലയായിട്ടുള്ളത്. ആ നേട്ടത്തിന്റെ മുഴുവൻ കാർമ്മികത്വം വഹിച്ച KG മാരാർ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ഈ മാരാർജി ഭവന്റെ ഐശ്വര്യമാണ് ഇതാ കടന്നു വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരും V മുരളീധരനും V ഗോപകുമാറും എന്ന് പറയുന്ന നമ്മുടെ ജനപ്രതിനിധികൾ എന്നത് അഭിമാനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടേതാണ്. BJP നേതൃത്വം നൽകുന്ന BJPക്ക് വേണ്ടിയുള്ള ഒരു പുതിയ കേരളം, വികസിത കേരളം, അത് സാക്ഷാത്കരിക്കാൻ BJPയുടെ സാധിക്കുമെന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശവുമായിട്ട്
ഇവിടേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരെ ഒരായിരം അഭിനന്ദനങ്ങളോടെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ B മുരളിയേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ BB ഗോപകുമാറിനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK സ്വീകരണങ്ങൾ ഇതിന് ശേഷമാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രകാരം പ്രവർത്തിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല. ഈ പാർട്ടിയിൽ അംഗീകരിക്കപ്പെടുന്നവർ ജയിച്ചവരും അതോടൊപ്പം തന്നെ ജയിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തവരും ഈ പാർട്ടിയിൽ അംഗീകരിക്കപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ജയിപ്പിക്കാൻ വേണ്ടി കഠിന പ്രവർത്തനം ചെയ്ത സഹപ്രവർത്തകരും ഈ പാർട്ടിയിൽ അംഗീകരിക്കപ്പെടുന്നവരാണ്. ശ്രീ PK കൃഷ്ണദാസ്ജിയെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലേഖ IPS പാർട്ടി ഏൽപ്പിച്ച ഓരോ ദൗത്യവും അഭിമാനത്തോടെ ഏറ്റെടുത്ത നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നേതാവാണ് ശ്രീമതി ശ്രീലേഖ IPS. അവരോട് പാർട്ടി ആവശ്യപ്പെട്ടു, DGP ആയിട്ട് റിട്ടയർ ആയി വന്നതിന് ശേഷം പാർട്ടി ശ്രീലേഖ മേഡത്തിനോട് ആവശ്യപ്പെട്ടു കൗൺസിലറേക്ക് ഒരു വാർഡിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ആ ധീരയായ വനിത പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ പാർട്ടി അംഗമാണ്, പാർട്ടി പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ പ്രതിജ്ഞാബദ്ധയാണ്, ഞാൻ അതുകൊണ്ട് വാർഡിൽ മത്സരിക്കാമെന്ന് പറഞ്ഞു വാർഡിൽ മത്സരിച്ചു. ശാസ്തമംഗലത്തെ ജനത അവരെ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ അതിനുശേഷം അസംബ്ലിയിൽ മത്സരിക്കാൻ പറഞ്ഞു. ആ മഹതിയായിട്ടുള്ള വനിത അതിനും തയ്യാറായി. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കാൻ, ത്യാഗപൂർണമായിട്ട് പരിശ്രമിക്കാൻ എപ്പോഴും സന്മനസ് കാണിച്ചിട്ടുള്ള ആ മഹതിക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ NDAയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ 24 മണിക്കൂറും സജീവമായി നമ്മുടെ ഘടക കക്ഷികളുടെ കോർഡിനേഷൻ ഭംഗിയായിട്ട് നിർവഹിച്ച ശ്രീ AN രാധാകൃഷ്ണൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ MD രമേശ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ MD രമേശ് അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ അനൂപ് ആന്റണി, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദുഃഖമാണ് അനൂപ് ആന്റണി കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് എത്തിയില്ല എന്നുള്ളത്. നമ്മുടെ മാത്രമല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയുടെയും ദുഃഖമാണ്. പക്ഷേ അനൂപ് ആന്റണിക്ക് ഇനിയും ഏറെ അവസരങ്ങൾ കാത്തിരിക്കുന്നു. ശ്രീ അനൂപ് ആന്റണി നമ്മുടെ വേദിയിലുണ്ട്. അനൂപ് ആന്റണിയെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, പാർട്ടിയുടെ തിരുവനന്തപുരം നഗരത്തിൽ 2 MLA-മാരെ സൃഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകിയ, തിരുവനന്തപുരത്ത് മേയറെ സൃഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവർകൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരുന്നു. ഓരോ നിമിഷവും നമ്മൾ ഉദ്യോഗജനകമായിരുന്ന നിമിഷങ്ങളായിരുന്നു. ശ്രീ കരമന ജയൻ ജയിക്കുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിന്റെ ഇൻചാർജ് ആയിരുന്ന കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് അവർകൾ ഇവിടെയുണ്ട്. പ്രശാന്തിനെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. പാർട്ടിയുടെ മറ്റു സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും ശ്രീ JR പത്മകുമാർജി, ഇലക്ഷൻ ഓഫീസിന്റെയും അതോടൊപ്പം തന്നെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെയും ലീഗൽ ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യാപക വ്യത്യാസമില്ലാതെ കഠിനമായിട്ട് പരിശ്രമിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട്, സമയത്തിന്റെ കുറവ് കാരണം ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാം നമ്മുടെ നേതാക്കന്മാരും സഹപ്രവർത്തകരുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും എന്തു ചുമതലയുണ്ടെങ്കിലും നമ്മളെല്ലാവരും പ്രവർത്തകരാണ്. ശാശ്വതമായിട്ടുള്ള ചുമതല. എല്ലാ പ്രവർത്തകരെയും ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഭാരത് മാതാ. നമ്മുടെ നിയുക്തരായിട്ടുള്ള MLA-മാർക്കുള്ള വലിയ സ്വീകരണം, വലിയ ഹാരമണിയിച്ച് പുഷ്പകിരീടം ചൂടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭമാണ്. രാജീവേട്ടനും മുരളിയേട്ടനും ഗോപകുമാർ സാറും മുമ്പിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ശ്രീ MD രമേശിയും ശ്രീ S സുരേഷിയും അനൂപ് ആന്റണി അവர்களுം ശ്രീ AN രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ നമ്മുടെ നിയുക്തരായിട്ടുള്ള MLA-മാരെ സ്വീകരിക്കുന്നത്.
മുമ്പിൽ നിന്നോ പ്രശാന്ത്? കിരീടം കൂടി. ഭാരത് മാതാ കീ! ഒന്ന് രണ്ട് കൈയും ഉയർത്തി മുദ്രാവാക്യം വിളി. ഭാരത് മാതാ കീ! ഭാരത് മാതാ കീ! രാജുവേട്ടൻ ഇങ്ങോട്ട് തന്നെ പോകുന്നു. രാജുവേട്ട തുടർന്ന് ഈ സഭയിൽ സംസാരിക്കുന്നതിന് വേണ്ടി നിയമസഭാ മണ്ഡലത്തിൽ നമുക്കുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചയാളിനെ വീട്ടിൽ കയറ്റിയിരുത്തിക്കൊണ്ട് ഇരട്ട പൂട്ടിച്ചു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ വിനയത്തോടെ ജനങ്ങളെ അതിന്റെ താക്കോൽ ഏൽപ്പിച്ച് ആ താക്കോൽ ജനങ്ങൾ തുറന്ന് നമ്മളെ നേതാവായിട്ടുള്ള ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷനെ കൈപിടിച്ച് നിയമത്തെ ജനത ആശീർവദിച്ചു, അംഗീകരിച്ചു, വിജയിപ്പിച്ചു. ആ രാജീവേട്ടൻ ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കും. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ മുരളിയേട്ടനും ഗോകുമാർജിക്കും എൻ്റെ പേരിലൊരു കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ. ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു. എൻ്റെ 20 കൊല്ലം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമായിരുന്നു ഇന്നലെ. കാരണം എൻ്റെ ജയം അങ്ങനെയല്ല. പാർട്ടി ഈ ഇലക്ഷൻ ജയിച്ചു. 3 MLA അസംബ്ലിയിൽ പോന്നു. ഞങ്ങൾ ഈ ഇലക്ഷൻ ഒരു മാറ്റത്തിൻ്റെ ഇലക്ഷൻ ആണെന്ന് ആദ്യം പറഞ്ഞപ്പോൾ അത് കൃത്യമായി ജനങ്ങൾ അത് അങ്ങനെയാണ് ഈ ഇലക്ഷൻ തീരുമാനിച്ചത്. ഒരു വലിയ മാറ്റം കേരളത്തിൽ കൊണ്ടുവന്നു നമ്മുടെ ജനങ്ങൾ. അത് ആണ് നടന്നത്. അപ്പോൾ എലക്ഷൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇത് നിർണായകമായ ഇലക്ഷനാവും, CPM പൊളിയും എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അത് തന്നെയാണ് നടന്നത്. ഈ ഇലക്ഷൻ ഒരു ആൻറ്റി CPM ഇലക്ഷനായി മാറി. ഈ ആൻറ്റി CPM വികാരം സൃഷ്ടിക്കാൻ BJP NDA കഴിഞ്ഞ 12 മാസത്തിൻ്റെ പ്രവർത്തനം ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിനു മുമ്പ് BJP ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷന് മുമ്പ് എത്രയോ കൊല്ലം നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്. നാടിനു വേണ്ടി, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. പക്ഷേ വലിയൊരു മാറ്റം ഈ ഇലക്ഷൻ ജനങ്ങളൊരു അവസരം തന്നത്, ഇനി അസംബ്ലിയിൽ ഉള്ളിൽ പോയി ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു അവസരം BJPക്ക് തന്നത്. ഇതാണ് വലിയ മാറ്റം. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം, BJP NDA മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടായിരുന്നു വികസിത കേരളം, വികസന രാഷ്ട്രീയം. 12 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു വികസന രാഷ്ട്രീയം. ഈ 3 MLA എന്നോട് ഇന്ന് ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞു, അല്ല നിങ്ങൾ 3 MLA 100 കോൺഗ്രസിൻ്റെ 100 MLA അപ്പം ഞാൻ പറഞ്ഞു, ഈ 3 പേര് മതി. അവരെ നോക്കാനും അവരെ കൃത്യമായൊരു സ്ട്രെയിറ്റ് ലൈനിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഈ 3 MLA മതി. ഇത് കാരണം ഇത് നരേന്ദ്രമോദിജീൻ്റെ BJP NDA 3 MLA. ഞങ്ങളുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ്. അഴിമതി രഹിത ഭരണം.
ഈ നാട്ടിൽ കർണാടക പോലെ തെലങ്കാന പോലെ കോൺഗ്രസ് അഴിമതി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ജനങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ, വികസനത്തിന് എതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ഈ MLA-മാർ, ഈ 3 MLA-മാർ മതി അതെല്ലാം തടയാൻ, അത് നിർത്താൻ. ഇത് ഒരു വലിയ അവസരമായിട്ട് ഞാൻ കാണുന്നു. BJP-ക്കും ജനങ്ങൾക്കും ഈ നാടിൻ്റെ ഒരു ദിശയും ദശയും മാറ്റാൻ. ശരിയാണ്, 10 MLA-മാർ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയും. 140 MLA ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അത് ഈ ഇലക്ഷന് കിട്ടിയില്ല. അടുത്ത 2-3 ഇലക്ഷൻ കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ പോലെ അതും തുടങ്ങിയത് 5 MLA-മാരാണ്. ഇപ്പോൾ 195 MLA-മാരാണ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ സന്തോഷകരമായ ദിവസമാണ്. ഇത് ചെയ്തു തന്നത് കാൻഡിഡേറ്റ്സ് മാത്രമല്ല, നമ്മളുടെ പ്രവർത്തകരാണ്. ഞാനിത് കൃത്യമായി കണ്ടതാണ്. 2024 ഇവിടെ ലോക്സഭ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു പുതിയ വ്യക്തിയായിരുന്നു. ആരും എന്നെ അറിഞ്ഞില്ല. എന്നിട്ടും എനിക്ക് കിട്ടിയ സ്നേഹവും പിന്തുണയും വോട്ട് ഞാൻ അന്നു മുതൽ ഒരു കടപ്പാടായിട്ട് കണ്ടതാണ്. ഇന്ന് ജനങ്ങൾ എനിക്കൊരു അവസരം തന്നു ആ കടപ്പാട് റീപേ ചെയ്യാൻ. അപ്പോൾ ഞാൻ കാണുന്നത് എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ജനങ്ങളെ സേവിക്കാൻ, നിയമത്തിനൊരു വികസന നിയമമാക്കി മാറ്റാൻ. എൻ്റെ സുഹൃത്ത് മുരളിയേട്ടനും ഗോകുമാർജിൻ്റെ ഒപ്പം ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിശ്വാസം ഞങ്ങളത് അപ്കീപ്പ് ചെയ്യും. ഈ വരുന്ന 5 കൊല്ലം ഒരു വലിയ മാറ്റം അസംബ്ലിയിൽ ഇന്ന് പ്രവർത്തിച്ച് ഉണ്ടാക്കും എന്ന് വാഗ്ദാനം തരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. പ്രിയമുള്ളവരെ, ഇന്നലെ ഈ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കഴക്കൂട്ടം, ആ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നിതാന്തമായ ജാഗ്രതയോടെ, ഒരു ലക്ഷ്യബോധത്തോടെ നിലയുറപ്പിച്ച് നമ്മുടെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അമ്പലക്കള്ളന്മാരാരെന്ന് ചോദിച്ചു നടന്ന സന്ദർഭത്തിൽ യഥാർത്ഥ അമ്പലക്കള്ളനെ കണ്ടെത്തി പരാജയപ്പെടുത്തി വിജയം കൈവരിച്ച ആരാധ്യനായ മുരളിയേട്ടൻ ശ്രീ വി മുരളീധരൻ അവர்கள் കഴക്കൂട്ടത്തിന്റെ MLA നമ്മളോട് ഈ സന്ദർഭത്തിൽ സംസാരിക്കും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എൻ്റെ സഹ MLA ശ്രീ BB ഗോപകുമാർജി, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കൃഷ്ണദാസ് ജി, ശ്രീ സുരേഷ്, ശ്രീ അനൂപ് ആൻ്റണി, ശ്രീ സോമൻ, ശ്രീ കരമന ജയൻ, ശ്രീ MT രമേശ്, ശ്രീമതി ശ്രീലേഖ, ശ്രീ JR പത്മകുമാർ, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം, ആ പരിശ്രമം ഒരു വിജയത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം ചരിത്ര നിമിഷം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന കാലത്ത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ശക്തിയായി മാറിയ തെരഞ്ഞെടുപ്പായിട്ട് ഈ 2026 തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തപ്പെടും. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു പുതിയ ദിശയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം ചലിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുന്നതിൻ്റെ തുടക്കമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് അറിയപ്പെടും. 3 MLA-മാർ കേരളത്തിൻ്റെ നിയമസഭയിൽ
സഭയ്ക്കകത്തും പുറത്തും നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇത്രയും കാലം രണ്ട് മുന്നണികളുടെയും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്നു കൊണ്ട് നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് അറുതി വരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. വികസനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ 2047 ഒരു വികസിത രാഷ്ട്രമാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ജനങ്ങൾ നേരിടുന്ന കാതലായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ 3 പേരും പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് ഇതിനകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മളെല്ലാവരും വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഇന്നലെ ഞാൻ ചാനലുകളുടെയൊക്കെ ആങ്കർ പേഴ്സൺസ് നടത്തുന്ന ചർച്ച ഞാൻ കേട്ടിട്ട് എനിക്ക് വളരെ വളരെ കൗതുകം തോന്നി. കാരണം കഴിഞ്ഞ 10 കൊല്ലക്കാലം CPM-ന്റെ അഹന്ത, ആ അഹന്തക്കെതിരായിട്ട് ശബ്ദമുയർത്തിയ എത്ര മാധ്യമപ്രവർത്തകർ, എത്ര ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ ആ പ്രക്ഷോഭങ്ങളെടുത്ത സമീപനം എന്തായിരുന്നു? ഇപ്പോൾ വളരെ സർക്കാരിനെ അടിച്ചു പുറത്താക്കിയ ജനങ്ങൾ, ആ ജനങ്ങൾ അടിച്ചു പുറത്താക്കിയപ്പോൾ അതിൽ സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കുന്നത് വളരെ എളുപ്പമാണ്. CPM-ന്റെ അഹന്തക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇത് കോൺഗ്രസിൻ്റെ നയങ്ങൾക്കുള്ള വിധിയെഴുത്താണെന്ന് ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിൽ ആ വിധിയെഴുത്ത്, ആ വിലയിരുത്തൽ പരിപൂർണമായും തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് കോൺഗ്രസിനുള്ള അംഗീകാരമല്ല, CPM-ന്റെ അഹന്തക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ്. അത് സ്വാഭാവികമായും പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് അനുകൂലമായി. പക്ഷേ കോൺഗ്രസ്സുകാരെ അവരുടെ പതിവ് സ്വഭാവം ഇപ്പം തന്നെ കാണിച്ചു തുടങ്ങി. അവിടെ ആർക്കൊക്കെ ചാനലുകൾ ഇപ്പോൾ കൊടുക്കുന്ന വാർത്ത, ആരെയൊക്കെ മുഖ്യമന്ത്രിമാരാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ പരിശ്രമിക്കുന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉപജാപക വൃന്ദങ്ങൾ ആരൊക്കെയാണ്, അതിൽ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണോ കേരളത്തിലെ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി അടിച്ചു പുറത്താക്കിയത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉപജാപക വൃന്ദങ്ങളും അധികാര രാഷ്ട്രീയവുമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള വേദിയായിട്ട് നിയമസഭയെ മാറ്റുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. അഴിമതിക്കാരെയും വിശ്വാസ സംരക്ഷണത്തിന് തുരങ്കം വെക്കുന്നവർക്കും അവർക്ക് നൽകിയ മറുപടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് എനിക്ക് ഈ പുതിയ സർക്കാർ ആരുടെ നേതൃത്വത്തിൽ ഭരണത്തിൽ വന്നാലും ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയിട്ടുള്ള കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ശബരിമലയിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, ആചാര സംരക്ഷണത്തിന് വേണ്ടി, അതിനു വേണ്ടിയിട്ട് പോരാടിയവർക്ക് എതിരായിട്ടെടുത്ത കേസുകൾ, ആ കേസുകൾ പിൻവലിക്കാനുള്ള ആത്മാർത്ഥത പുതിയ സർക്കാർ കാണിക്കുമോ എന്നുള്ളതാണ് എനിക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സർക്കാരിന് നേതൃത്വം നൽകാൻ പോകുന്നവരുടെ മുന്നിൽ ഉയർത്താനുള്ള ചോദ്യം. അതോടൊപ്പം സ്വർണ്ണക്കൊള്ളയിൽ ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞതിലുള്ള ആത്മാർത്ഥത ഇനി അവർ തെളിയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ, ആ കള്ളനായിട്ടുള്ള ആളുകളെ മുഴുവൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ കേസുകൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി നിയമത്തിന്റെ മുന്നിൽ സ്വർണം കട്ടവരെ, ശബരിമലയിലെ ശ്രീകോവിലിനെ അടക്കം കൊള്ളയടിച്ചവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളത് കാണാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങൾ 3 പേരുടെ ശക്തിയിലായിരിക്കില്ല സഭയിലും സഭയ്ക്ക് പുറത്തും പെരുമാറാൻ പോകുന്നത്, പ്രവർത്തിക്കാൻ പോകുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് വികസന തൽപരരായിട്ടുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ,
അവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. അവസാനമായി ഈ വിജയം ഈ കേരളത്തിൽ കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായിട്ട് വിയർപ്പ് മാത്രമല്ല രക്തം നൽകിയിട്ടുള്ള നിരവധി പ്രവർത്തകർ, തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ഈ സംഘടനയെ കെട്ടിപ്പടുത്തിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ബലിദാനികൾക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, മൂന്നാമത് പോരാട്ടത്തിൽ ചാത്തന്നൂരിൽ നിന്ന് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് നിയുക്ത MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ മുരളീധരൻ പറഞ്ഞ തിരുത്തുന്നു MLA ആയിട്ടുള്ള ബഹുമാനനായ ശ്രീ BB ഗോപകുമാർ കൊല്ലം ജില്ലയുടെ അധ്യക്ഷനായി, നിലവിൽ തിരുവനന്തപുരം മേഖലയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മൂന്നാമത് പോരാട്ടത്തിന് ചാത്തന്നൂരിന്റെ മണ്ണിലിറങ്ങിയത്. അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആരാധ്യനായ ശ്രീ BB ഗോപകുമാർ അവരുടെ ആദരവോടെ ഈ സഭയിലേക്ക് ക്ഷണിച്ചോളൂ. ഏറെ ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ബഹുമാനായ മുരളിയേട്ടൻ, ശ്രീ കൃഷ്ണാസേട്ടൻ, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, ഏറെ ബഹുമാനരായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഏറെ ഒരു അഭിമാനകരമായ സന്തോഷകരമായ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കേണ്ട 2016 തിരഞ്ഞെടുപ്പ് വളരെ യാദൃച്ഛികമായി ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം ലഭിച്ചു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനായ ആദരണീയായ ശ്രീ കുമ്മനം രാജശേഖരൻ, അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ചാത്തന്നൂരിൽ മത്സരിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഇപ്പോഴത്തെ പ്രചാരകനായിട്ടുള്ള ശ്രീ ഉണ്ണി, അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം ഇടപെടലിലാണ് ഞാൻ BJPയിലേക്ക് വരാനുള്ള ഒരവസരമായത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഞാൻ മിസ്ഡ് കാൾ വഴി BJPയിൽ അംഗത്വമെടുത്ത് സ്ഥാനാർത്ഥിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ശ്രീമതി ശ്രീലേഖ IPS കഴിഞ്ഞാൽ പിന്നെ ജൂനിയർ BJPക്കകത്ത് ഞാനാണ്. പക്ഷേ 2016 പാർട്ടി എനിക്ക് മത്സരിക്കാനുള്ള അവസരം തന്നു. കൃഷ്ണാസേട്ടൻ വേദിയിലുണ്ട്. എൻ്റെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് കൃഷ്ണാസേട്ടനാണ്. 3381 വോട്ട് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നിടത്ത് 2016 അത് 33,000 വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനത്തിന്റെ വർധനവ് വന്ന മണ്ഡലം ചാത്തന്നൂരായിരുന്നു. 10,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ച് 42,000 വോട്ടിലേക്ക് മാറി. 26 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു 10,000 വോട്ട് വർദ്ധിപ്പിച്ച് 52,432 വോട്ടിലേക്ക് ചാത്തന്നൂര് മാറി. കഴിഞ്ഞ 4 പതിറ്റാണ്ട് ചാത്തന്നൂരിന്റെ പൊതുരംഗത്ത് എനിക്ക് ലഭിച്ച ഒരു സ്വീകാര്യതയുണ്ട്. അവർ നൽകിയ ഒരു വലിയൊരു പിന്തുണയുണ്ട്, സഹായമുണ്ട്. 95-2000 സ്വന്തം വാർഡില് അന്നുവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാത്രം വിജയിച്ചിരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡ്, പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കിയതിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ 39 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് അന്ന് സ്വന്തം നാട്ടിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞു. ഇന്ന് 16-ലെയും 21-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ ചാത്തന്നൂരിൽ 26-ലെ പ്രബുദ്ധ ജനത ഒരു അംഗീകാരം നൽകി. 2 തവണ 2ാം സ്ഥാനത്ത് വന്നയാൾ ഇത്തവണ 1ാം സ്ഥാനത്തെത്തട്ടെ എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ വിജയം ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞതുപോലെ എന്നെ ഞാനാക്കിയ, ഇവിടെ സുരേഷ് പറഞ്ഞു, വളരെ സാധാരണ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഈ തരത്തിലേക്ക് വളരുവാൻ എന്നെ സഹായിച്ചത് ചാത്തന്നൂരിലെ ജനങ്ങളാണ്. എൻ്റെ വിജയം ഞാൻ ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിലാണ് സമർപ്പിക്കപ്പെടുന്നത്. ഇവിടെ നിയമസഭയിലേക്ക് പോകുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് രാജ്യസഭയിൽ ദീർഘകാലം പ്രവർത്തിച്ച 2 മുൻ കേന്ദ്രമന്ത്രിമാർ.
അവരുടെ അനുഭവം, ഞാനൊരു ഗ്രാമപഞ്ചായത്ത് അംഗമായി മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അവരുടെ പാർലമെന്ററി രംഗത്തെ അനുഭവമാണ് ഈ പോരാട്ടത്തിന്റെ ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 MLA-മാർ കോൺഗ്രസിന്റെയും LDF-ന്റെയും എതിരെയുള്ള ശബ്ദമായി, നരേന്ദ്രമോദിജിയുടെ ശബ്ദമായി കേരള നിയമസഭയിൽ മാറേണ്ടതുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയം മാറുകയാണ്. 2 മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച കേരളം ഈ തെരഞ്ഞെടുപ്പ് 3 MLA-മാരെ സൃഷ്ടിച്ചപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പുതിയ ചോദ്യം കൂടി ഉയർന്നു. ഒരു ബദൽ രാഷ്ട്രീയം ആര്? ആ ബദൽ രാഷ്ട്രീയം BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യമാണ് എന്ന വ്യക്തമായ സൂചന കേരളത്തിന്റെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ൽ നിന്ന് 73 എന്ന മിനിമം സംഖ്യയിലേക്ക് മാറാനുള്ള സംഘടനാപരമായ ശേഷി ഇന്ന് BJPക്ക് NDA സഖ്യത്തിന് കേരളത്തിലുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വേദിയിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു BJP പ്രവർത്തകൻ MLA ആയി കടന്നു വരുമ്പോൾ ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണം, ഊഷ്മളമായ വരവേൽപ്പ്, അതിനുമപ്പുറം ചാത്തന്നൂർ നൽകിയ വലിയ വിജയം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരുമിച്ച് നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് വേദിയായിരുന്നു ചാത്തന്നൂർ. പ്രാന്തപ്രചാരക സുദർശൻജിയുടെ അടക്കം മണ്ഡലമാണ് ചാത്തന്നൂർ. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടകൊത്തളങ്ങളിൽ നേടിയ ആ വലിയ വിജയം ഒരിക്കൽ കൂടി ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അശോകൻ കുളനടയെ ക്ഷണിച്ചോളൂ. അതിനുശേഷം നമ്മുടെ MLA-മാർക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാവും. ഇവിടെ ജില്ലാ അധ്യക്ഷന്മാർ സ്വീകരിക്കും, വേദിയിലുള്ളവർ സ്വീകരിക്കും. അതിനുശേഷം നമുക്ക് സദസ്സിൽ നിന്ന് വന്ന് നമ്മുടെ MLA-മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭം ഉണ്ടാകും എന്നുകൂടി അറിയിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് അനിവാര്യമായ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ MLA ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയും മുൻ പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയും ഒക്കെയായിരുന്ന ഏറെ ബഹുമാനായിട്ടുള്ള കഴക്കൂട്ടം MLA പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പാർട്ടിയുടെ മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റും തിരുവനന്തപുരം മേഖലയുടെ പ്രസിഡന്റുമായിട്ടുള്ള നമ്മുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ BB ഗോപകുമാർജി MLA, അദ്ദേഹത്തിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ, പങ്കെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾ, പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, പങ്കെടുത്ത എല്ലാവർക്കും ഈ ചടങ്ങിൻ്റെ പേരിലുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ശരി, ഈ സ്വീകരണ യോഗം ആരംഭിക്കുകയാണ്. നമ്മുടെ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവർകൾ സിറ്റി ജില്ലയിൽ നിന്ന് 2 MLA-മാരെ സൃഷ്ടിക്കുകയും കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ കരമന ജയൻ അവർകൾ നമ്മുടെ MLA-മാരെ ആദരവോടെ സ്വീകരിക്കുന്നു. കൊല്ലം വെസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ജയപ്രശാന്ത് നമ്മുടെ ബഹുമാനായ MLA-മാരെ സ്വീകരിക്കുന്നു. പാർട്ടിയുടെ ആരാധനായ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK കൃഷ്ണദാസ് അവർകൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA-മാരെ ഈ സന്ദർഭത്തിൽ സ്വീകരിക്കുന്നു. ആലപ്പുഴ മേഖലയുടെ അധ്യക്ഷൻ ശ്രീ N ഹരി നമ്മുടെ ബഹുമാനപ്പെട്ട MLA-മാരെ ഈ സന്ദർഭത്തിൽ സ്വീകരിക്കുന്നു.
പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂന്തറ ശ്രീകുമാർ, തിരുവനന്തപുരം തെക്ക് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലമൂട് ബിജു, തിരുവനന്തപുരം നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ SR രജികുമാർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി MB അഞ്ജന, MB ആണ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ അശോകൻ കുളനട, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അബ്ദുൽ സലാം സാർ, തിരുവനന്തപുരം നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ, നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ്, വന്നോളൂ. തിരുവനന്തപുരം നഗരസഭയുടെ BJP പാർലമെന്ററി പാർട്ടി ലീഡറും സിറ്റി ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പാപ്പനംകോട് സജി, ശ്രീ പാപ്പനംകോട് സജി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിന്റെ ഇൻചാർജ് കൂടിയാണ് എന്നുള്ള ഈ സന്തോഷ വാർത്ത ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കാം. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ബഹുമാനപ്പെട്ട ശ്രീമതി R ശ്രീലേഖ, നമ്മുടെ എത്തിയിട്ടുള്ള നേതാക്കന്മാർ, ജനപ്രതിനിധികൾ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ വേദിയിലേക്ക് കടന്നു വരുന്നതിനും MLA-മാരെ സ്വീകരിക്കുന്നതിനുമുള്ള അവസരമുണ്ട്. എല്ലാവരും ആ സന്ദർഭം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനു